ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾക്കറിയാം നമ്മൾക്ക് എക്സാംസ് ഒക്കെ വളരെ നിയറായി. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ പേപ്പർ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചാണ്. ഓക്കെ, OB എന്നൊക്കെ ഷോർട്ട് ഫോം പറയും. ഈ OBയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PYQ ഒന്ന് അനാലിസിസ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ റിപ്പിറ്റേഷൻ അതിൽ കാണാനുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നോക്കാം, OBയുടെ ഒരു റിവിഷൻ നോക്കി നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അപ്പം ഞാൻ ചെറുതാക്കി ഞാൻ പാർട്ട് A ആണ് ചെയ്തിട്ടുള്ളത്. പാർട്ട് A 24-25യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഷോർട്ടാക്കി വേഗം പറഞ്ഞു തരാണ്. സോ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടോ തോന്നുന്നു. കുറച്ച് പേരൊക്കെ എന്നെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ OBയുടെ ഒരു ഇത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും തോന്നുന്നു. അപ്പോൾ BBA സ്റ്റുഡൻസിന് ഇപ്പോൾ എക്സാം ആണ്, അവർക്കാണ് ഇതുള്ളത്. OB ഒരു കമ്പൈൻഡ് പേപ്പറാണ്. ഓക്കെ, നല്ലൊരു പേപ്പറാണ്. സോഷ്യൽ ലേണിംഗ് ചോദിച്ചത്. അപ്പോൾ എന്താണ് സോഷ്യൽ ലേണിംഗ്? സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു ലേണിംഗ് ബിഹേവിയർ ആണ് നമുക്ക്. അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ റോൾ മോഡൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ? സോഷ്യൽ ലേണിംഗിൽ നിന്നാണ് നമുക്ക് റോൾ മോഡൽസിനെയൊക്കെ കിട്ടുക. ഇമിറ്റേറ്റ് ചെയ്യും നമ്മൾ, ആ റോൾ മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് നമ്മുടെ സ്വഭാവത്തിൽ ഊട്ടി ഉറപ്പിക്കും. ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്ന ഒരാളാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ബിഹേവിയർ. ഇപ്പം ഞാൻ പലതും പഠിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ടാവും, യൂട്യൂബേഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില അക്കാഡമീഷ്യൻസ് ആയിരിക്കാം ചിലപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഞാൻ ചിലപ്പോൾ അവരുടെ ജെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? എന്നിട്ട് ഞാൻ അത് അവരുടെ നിന്ന് പഠിക്കും. എന്നിട്ടാണ് അപ്പോൾ സോ വാട്ട് ഈസ് സോഷ്യൽ ലേണിംഗ്? സോ ഒരു സോഷ്യൽ ലേണിംഗ് ഈസ് എ പ്രോസസ്. സോഷ്യൽ ലേണിംഗ്. അപ്പോൾ അതിൽ മോഡലിംഗ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഇമിറ്റേഷൻ ഉണ്ട്. ആൽബർട്ട് ബന്ദൂരയാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പാണല്ലോ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് OB എന്നുള്ളത്? ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഹൗ ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് ഓർഗനൈസേഷൻ. ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് കേട്ടോ ഓർഗനൈസേഷൻ ബിഹേവിയർ. അതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ഫെയിലിയർ ആവും. സോ ഓർഗനൈസേഷൻ ബിഹേവിയർ സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസും ഗ്രൂപ്പും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏതിൽ പഠിക്കുന്നത്? നമ്മൾ ഈ ഇതിലേക്ക് പഠിക്കുന്നു. ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ദ ഇഫക്റ്റ് sociology, psychology and management. Organization ഗ്രൂപ്പായി. എന്നിട്ട് അവരുടെ ഉദ്ദേശം എന്താ? ഒരു കോമൺ ഗോൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഗോൾ. ആ കോമൺ ഗോളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ അതിനെ നമുക്ക് എന്ത് പറയാം? ഓർഗനൈസേഷൻ. ഞങ്ങൾ പറയും അവർ ഓർഗനൈസേഷൻ. ഇൻ അവർ ഓർഗനൈസേഷൻ വി ഹാവ് എ ടീം സ്പിരിറ്റ്. അപ്പോൾ ഒരേ ഗ്രൂപ്പുള്ള ആൾക്കാർ, ഒരേ ഒരു ഗ്രൂപ്പ് ഓഫ് സോ ആ ആക്ടിവിറ്റീസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ വി വിൽ കോൾ ദം ആസ്, നമ്മൾ എന്ത് പറയും? ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് അത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. ഇറ്റ് യൂസസ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി. അതിലത്തെ ഓരോ റിസോഴ്സസും എഫിഷ്യൻ്റ്ലി ഓർഗനൈസേഷൻ അവിടുത്തെ
എല്ലാ ഇപ്പം അവിടുത്തെ ടെക്നിക്കൽ സ്കിൽസ്, അവിടുത്തെ സോഫ്റ്റ് സ്കിൽസ്, ഇതൊക്കെ എഫിഷ്യൻസി, കുറേ റിസോഴ്സസ് ഉണ്ടാവും. ഈ റിസോഴ്സസ് ഒക്കെ നമ്മൾ നന്നായി ഉപയോഗിക്കും അവിടുത്തെ. സോ വാട്ട് ഈസ് ഓർഗനൈസേഷൻ? ഒരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പാണ് ഓർഗനൈസേഷൻ. പോകുന്നു, ആ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഒരു കോമൺ ഗോളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ക്ലിയർ ആണല്ലോ അല്ലേ? കോൺസെപ്ച്വൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ പറയും ഷീ ഓർ ഹി ഹാസ് എ കോൺസെപ്ച്വൽ സ്കിൽ. അപ്പോൾ കോംപ്ലെക്സ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൺസെപ്ച്വൽ സ്കിൽ കൊണ്ട് മാത്രമാണ്. ഇറ്റ് ഹെൽപ്സ് എ ഡിസിഷൻ മേക്കിംഗ്. ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ അതൊരു പ്രോബ്ലം, അതൊരു കോംപ്ലെക്സ് സിറ്റുവേഷൻ ആവും. ഉടനെ അതിൽ കയറി ഇടപെട്ടിട്ട് അത് കൊളാക്കലല്ല കേട്ടോ, അതിനെ നല്ല നീറ്റായിട്ട് സോൾവ് ചെയ്താൽ നമ്മൾ പറയും ഹി ഓർ ഷീ ഹാസ് എ കോൺസെപ്ച്വൽ സ്കിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അത് വളരെയധികം ശ്രദ്ധിക്കണം. ആ കോൺസെപ്ച്വൽ സ്കിൽ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ പല കോൺഫ്ലിക്ട്സും വരും. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വഴക്കുകൾ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ. നമ്മൾ നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നമുക്ക് വേർഡ് ഒരു പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരാൾ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ്, നമ്മുടെ സ്വഭാവങ്ങളുടെ ട്രേറ്റ് TRAITS, കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് ദാറ്റ് ഡിഫൈൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഒരു ഓർഗനൈസേഷനിൽ, അതെൻ്റെ സ്വഭാവത്തിൽ നിന്നും വരുന്നതാണ് ആ ബിഹേവിയർ. ഇപ്പം നല്ല സ്മൈലിംഗ് ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കടുപ്പിച്ച് പിടിച്ചിട്ടുള്ള സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലീനിയൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അപ്രോച്ച്. നമ്മുടെ കുറേ ട്രേറ്റ്സ് ഉണ്ട്. ആ ട്രേറ്റ്സ് എന്നാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൗ എ പേഴ്സൺ തിങ്സ് ആൻഡ് ആക്ട്. നമ്മൾ ചിന്തിക്കുന്ന രീതിയും അത് പ്രവർത്തിക്കുന്ന രീതിയും ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇറ്റ് ഡെവലപ്സ് ഇറ്റ് ഡെവലപ്സ് ത്രൂ ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെൻറ്റ്. നമ്മുടെ അതായത് നമ്മൾ വിചാരിക്കും അത് അല്ല, നമുക്ക് ചിലതൊക്കെ ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയതാ എന്നുവെച്ചാൽ അത് മാറും കേട്ടോ, സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് അത് ശരിയാണ്. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് കിട്ടും ചില സ്വഭാവങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റ്, നമ്മൾ പറഞ്ഞില്ലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? നമ്മൾ ഏത് എൻവയൺമെൻറ്റിലാണോ ആ എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ നീങ്ങാനും തുടങ്ങും. സോ പേഴ്സണാലിറ്റി അതാണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ഗ്രൂപ്പ് കൊഹെസീവ്നെസ്? ഗ്രൂപ്പ് കൊഹെസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള, അതായത് ഒരു ഗ്രൂപ്പ്, ദ ഡിഗ്രി ഓഫ് അട്രാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. നമ്മുടെ ഒരു അടിപൊളി ടീമാണ് അവർ, ഭയങ്കര ഇതായിട്ടാണ്. നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ദ ബെസ്റ്റ് ടീം, ഏത് ടീമാണെങ്കിലും, ഇപ്പം ഞാനൊരു ടീമിനെ പറയുന്നില്ല, ഞാനൊരു ടീമിനെ പറഞ്ഞാൽ പിന്നെ ആ ടീമുകാർ മാത്രമേ ചിലപ്പോൾ എന്നെ ഫോളോ ചെയ്തുള്ളൂ വരും. അപ്പോൾ ഞാൻ സേഫ് ആവാം. എനിക്കിഷ്ടമുള്ള ടീമുകളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പറയില്ല. ഇപ്പം ആ ടീമിൻ്റെ പ്രത്യേകത എന്താ? അവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ ആഴമാണ് എന്തെന്ന് പറയുന്നത് കൊഹെസീവ്നെസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം ഗ്രൂപ്പ് കൊഹെസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് കൂട്ടിപ്പിടുത്തം. ഗ്രൂപ്പ് കൊഹെസീവ്നെസ് ഇസ് ദ ഡിഗ്രി ഓഫ് അട്രാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അത് യൂണിറ്റിയും ടീം സ്പിരിറ്റും കൊണ്ടുവരും. ഓക്കെ, നല്ല കൊഹെസീവ്നെസ് ഉള്ളവർ നന്നായി പെർഫോം ചെയ്യും. ആ ഗ്രൂപ്പ് ഉറപ്പാണ് പെർഫോം. അപ്പോൾ ദ ഡിഗ്രി ഓഫ് അട്രാക്ഷൻ എന്ന് പഠിച്ചു നോക്കൂ. ഗ്രൂപ്പ് കൊഹെസീവ്നെസ്സിൽ ഡിഗ്രി ഓഫ് അട്രാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാം. നല്ല ടീമായില്ലേ, നല്ല ടീമാണെങ്കിൽ ഗോളിൽ വേഗം എത്തിപ്പെടും, അവരെ പോലെ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അവർക്ക് ടീം സ്പിരിറ്റ് ഉണ്ടാവും, യൂണിറ്റി ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ? മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ഇൻഡിവിജ്വൽ ടു ആക്ട്. ഒരു എന്തെങ്കിലും ഒരു സംഭവമാണ്. ഇറ്റ്സ് എ പോയിന്റ് വിച്ച് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട്. നമ്മളെ ഇപ്പോൾ ജോലി ചെയ്യാൻ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ എന്നെ ചിലപ്പോൾ സാലറി ആയിരിക്കാം നമ്മുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻസ് ആയിരിക്കാം മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ സംടൈംസ് പേ ഈസ് ദ പേ മേ ബി മോട്ടിവേറ്റർ. ആ പേ ആണ് എന്നെ ജോലി ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻസ്, ഗുഡ് നിഷ, വെരി ഗുഡ് എന്നൊക്കെ പറയുന്ന എക്സ്പ്ലനേഷൻസ് ആയിരിക്കാം മോട്ടിവേറ്റ് ചെയ്യുന്നത്, എന്നെ ഡ്രൈവ്. സോ ദ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട് ഈസ് നോൺ ആസ്, അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയാം. ഇറ്റ് ഡയറക്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. ഇറ്റ് ഡയറക്ട്സ് ബിഹേവിയർ ടുവേർഡ്സ് ഗോൾ.
അപ്പം നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വഭാവം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യും, ഡൈവേർട്ട് ചെയ്യും. ഇറ്റ് ക്യാൻ ബി എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക്. അപ്പോൾ എക്സ്ട്രിൻസിക് ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻസ് ഉണ്ടാവാം, പുറത്തു നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻസും നമുക്കുണ്ടാവാം. ഓക്കെ, സോ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി. നമ്മളെന്താ, ടീമിന് ഒരു ഹെഡ് ഉണ്ടാവും അല്ലേ? ടീം ഈസ് ദ സോ എന്താ ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കഴിവാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി. ലീഡർ ഇസ് എ പേഴ്സൺ, ലീഡർഷിപ്പ് ഈസ് എൻ എബിലിറ്റി. ലീഡർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, ലീഡർഷിപ്പ് അങ്ങനെ ഒരു കഴിവാണ്. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ പറയും ഹി ഹാസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇഫ് എ പേഴ്സൺ ഹാസ് എൻ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതർ, ദാറ്റ് എബിലിറ്റി ഈസ് നോൺ ആസ്, ആ എബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക, ലീഡർഷിപ്പ് എന്ന് പറയുക. അത് ഇറ്റ് ഗൈഡ്സ് ദ പീപ്പിൾ ഫോർ അച്ചീവിങ് ദി ഗോൾ. പിന്നെ അതിലത്തെ ഒരു പേഴ്സൺ ആണ്. എ ലീഡർ മോട്ടിവേറ്റ്സ് ആൻഡ് ഡയറക്ട്സ് ദ ടീം. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ കോൺഫ്ലിക്റ്റ്? എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വഴക്കാണ്, തമ്മിലുള്ള പൊരുത്തക്കേടിനെയാണ് എന്ത് പറയുക, കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. സോ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ? നോക്കട്ടെ, നമുക്ക് നോക്കാം. പോയിന്റ് വെച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ എക്സാംസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടു ദ പോയിന്റിലേക്ക് വരുന്നത്. കോൺഫ്ലിക്റ്റ് ഈസ് എ ഡിസ്എഗ്രിമെന്റ്. കണ്ടോ, വഴക്കാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ഡിസ്എഗ്രിമെന്റ്. ഇതിനെ നമുക്ക് നോട്ട് എഗ്രി, നോ എഗ്രി ബിറ്റ്വീൻ എന്ന് പറയാം. എഗ്രിമെന്റ് ഇല്ല, രണ്ടുപേരും തമ്മിൽ യാതൊരു, അപ്പോൾ വഴക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് പറയുന്നത്. സോ കോൺഫ്ലിക്റ്റ് ഈസ് എ ഡിസ്എഗ്രിമെന്റ്. എപ്പോഴാണ് വഴക്ക് വരുന്നത്? ഞാൻ പറയുന്നത് മറ്റേ ആൾക്കും ഇഷ്ടപ്പെടുന്നില്ല, മറ്റേ ആൾ പറയുന്നത് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഡിസ്എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറയും. സോ കോൺഫ്ലിക്റ്റ് ഈസ് എ ഡിസ്എഗ്രിമെന്റ് ബിറ്റ്വീൻ പീപ്പിൾ ആവാം, ഓർ ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്. ഇപ്പോൾ ടീം 1ഉം ടീം 2ഉം തമ്മിൽ ഭയങ്കര ഡിസ്എഗ്രിമെന്റ്, അല്ലെങ്കിൽ ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഡിസ്എഗ്രിമെന്റ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ കോൺഫ്ലിക്റ്റ്. ഡിഫറൻസ് ഇൻ ഐഡിയാസ് ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് വരുന്നത്. തെറ്റൊന്നുമല്ല, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് മാനേജ് ചെയ്ത് പോകണം. ഇറ്റ് ക്യാൻ ബി ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വഴക്ക് മൂത്തിട്ട് ബോധമില്ലാതെ തമ്മത്തല്ല, അതൊക്കെ നെഗറ്റീവ് ആണ്. പോസിറ്റീവായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ട്. നമുക്ക് എഗെയിൻസ്റ്റ്, അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഓ ഇങ്ങനെയും ഒരു പോയിന്റ് ഉണ്ടോ, നമ്മൾ പതുക്കെ അതും കൂടി ഒന്ന് ആലോചിക്കാൻ തുടങ്ങും. സോ കോൺഫ്ലിക്റ്റ് വരുന്നത് ടു ആൻ എക്സ്റ്റെൻഡ് നല്ലതാണ്, പക്ഷെ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നെഗറ്റീവായി പോകരുത്. വാട്ട് ഈസ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്? ഓഡി. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ്നെസ് എന്നുള്ള വേർഡ് മറക്കരുത്. ടു ഇംപ്രൂവ് ദ ഇഫക്റ്റീവ്നെസ്, ഇറ്റ്സ് എ പ്ലാൻഡ് എഫേർട്ട്. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് നമുക്ക് നാളെ ഇന്നതൊക്കെ ചെയ്യണം കേട്ടോ എന്ന് നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ ദിസ് ഇസ് എ പ്ലാൻഡ് എഫേർട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ്, എക്സാം സമയത്തേക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് കുറച്ച് ഷോർട്ട് നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. സോ ഇറ്റ് മേ ഹെൽപ്പ് യു ടു ഡെവലപ്പ് മോർ ആൻഡ് മോർ പോയിന്റ്സ്. നോട്ടും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചിലവർക്ക് നോട്ടൊന്നും ഉണ്ടാവില്ല, അവർക്ക് മെമ്മറിയിൽ കിടക്കുന്നുണ്ടാവും. ചിലവർക്ക് നോട്ടും ഉണ്ടാവും, പിന്നെ നോട്ട് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. സോ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഈസ് എ പ്ലാൻഡ് എഫേർട്ട് ടു ഇംപ്രൂവ് ഇഫക്റ്റീവ്നെസ്. ഇറ്റ് ഫോക്കസ് ഓൺ ചേഞ്ച് ആൻഡ് ഗ്രോത്ത്. അതായത് ലോങ് ടേമിലേക്കാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് പോകുന്നത്. ഇറ്റ് ഈസ് യൂസസ് ബിഹേവിയറൽ സയൻസ് ടെക്നിക്. സോ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുക. അതേപോലെ തന്നെ എന്തെഴുതണം, അതൊരു പ്ലാൻഡ് എഫേർട്ടാണെന്ന് എഴുതാൻ നമ്മൾ മറക്കരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ, ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് എന്താ? കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോയൽറ്റി. കമ്മിറ്റ്മെന്റ് എന്നുള്ള വേർഡ് വരുമ്പോൾ നമുക്ക് എഴുതേണ്ടത് ലോയൽറ്റി. നമുക്കില്ലേ, നമുക്ക് ഒരു ബ്രാൻഡ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതേ ബ്രാൻഡ് തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ ഇൻഫ്ലുവിൻ്റെ ചെരുപ്പ ഉപയോഗിക്കുന്നത്. സോ നാച്ചുറലി എനിക്ക് എപ്പോഴും കൂടുതലും അത് ഉപയോഗിക്കാനുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ റീപർച്ചേസും ചെയ്യുന്നുണ്ട്. സോ പറയും ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട് എന്നുള്ളത്. നമ്മുടെ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. സോ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഈസ് ദ ലോയൽറ്റി ഓഫ് എംപ്ലോയീസ് ടു ദി ഓർഗനൈസേഷൻ. അതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് ടേൺ ഓവർ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ചാനൽസ് തന്നെ ഞാൻ ഇടുകയാണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോസ് ഇടുകയാണെന്ന് വെച്ചോളൂ. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ലോയൽറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് അങ്ങനെയല്ലല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ഡോണ്ട് ഹാവ് എനി കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇറ്റ് റെഡ്യൂസസ് ദി ടേൺ ഓവർ നമുക്ക്. പക്ഷെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല.
കാരണം ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന സബ്ജക്റ്റ് എവിടെയാണ്? ഒരു ഓർഗനൈസേഷനിലാണ്, വെർ ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവിടെ ലോയൽറ്റി ഉണ്ടാവുക എല്ലാവർക്കും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചിലവർക്ക് ഭയങ്കര ലോയൽറ്റി ആയിരിക്കും, അതിനെയാണ് എന്ത് പറയുക, കമ്മിറ്റ്മെൻറ്റ് എന്ന് തന്നെ പറയാം. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ആണ്. അതായത് വർക്ക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തത അല്ലേ? നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ ഇന്ത്യനെ പറയും അല്ലേ? പല ഭാഷകൾ, പല സ്റ്റേറ്റ്, പല ഡ്രസ്സ്, പല റിലീജിയൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് എന്താണ്, ഒരു യൂണിറ്റി എവിടെയൊക്കെ ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ നമ്മുടെ ഉള്ളിലൊക്കെ. സോ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജോലി സ്ഥലത്ത് ഡൈവേഴ്സിറ്റി ഉണ്ട്, ടു ഡിഫറൻസസ് ബിറ്റ്വീൻ എംപ്ലോയീസ് എന്നാണ് നമ്മൾ പറയാം. അതായത് ഏജിലുണ്ട്, ജെൻഡർ ഉണ്ട്, കൾച്ചറിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ് ഇംപ്രൂവ്സ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഒക്കെ നമ്മൾ വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ മിക്സ് ചെയ്ത്, ഇപ്പം നമുക്ക് തന്നെ ജെൻസീസിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദേ ആർ സോ സ്മാർട്ട്. അവർക്ക് കുറേ ദേ നോ ഹൗ ടു ഡു സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്കിനെക്കാട്ടിലും കൂടുതൽ സ്മാർട്ട് വർക്ക് അറിയുന്നവരാണ്. സോ ഇറ്റ് ഇംപ്രൂവ്സ് അവർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ? അതായത് ഇറ്റ് ഈസ് എ ഫീലിംഗ്, എംപ്ലോയിയുടെ ഒരു ഫീലാണ് എന്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കണ്ടെയ്ൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഫീൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വർക്ക് കണ്ടീഷൻസ് ആൻഡ് റിവാർഡ്സ്. നമുക്ക് തരുന്ന റിവാർഡ്സും നമ്മുടെ ജോബ് അറ്റ്മോസ്ഫിയറും ഒക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംശയമൊന്നുമില്ല, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്? ക്വാളിറ്റി ഓഫ് QWL എന്നാവും കേട്ടോ ചിലപ്പോൾ ചോദിക്കുക. വാട്ട് ഈസ് QWL? QWL എന്ന് ചോദിക്കും ചില സമയത്ത്. ക്വാളിറ്റി ഓഫ് വർക്ക് റെഫേഴ്സ് ടു എന്താണ്? ക്വാളിറ്റി ഓഫ് വർക്ക്, വൺ മിനിറ്റ്, റബ്ബർ എടുത്തിട്ട്. ക്വാളിറ്റി ഓഫ് വർക്ക് റെഫേഴ്സ് ടു എംപ്ലോയീസ് വെൽബീയിങ് അറ്റ് വർക്ക്. അതായത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ, സേഫ്റ്റി, അതേപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന ലീവ്, നമ്മളെല്ലാവരും കൂടി പോകുന്ന ടൂറ്, അതേപോലെ തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ജോലി സ്ഥലത്ത് സേഫ്റ്റി, ഇതെല്ലാം കൂടിയിട്ടാണ് നല്ല ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫാണ് അവിടെ എന്ന് പറയും. ഗൂഗിളിലൊക്കെ നമ്മൾ ഗൂഗിളിൻ്റെ ഒക്കെ പോസിറ്റീവ്സിൽ എടുത്ത് പറയും, അവർ അവിടെ നല്ല ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫാണ്, സ്ട്രെസ്ഡ് ആവുന്നില്ല എംപ്ലോയീസ് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ഏരിയ അവിടെ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ് ഈസ് എ പേഴ്സൺസ് ബിഹേവിയർ. ഒരു പേഴ്സൻ്റെ ബിഹേവിയർ ആണ് എന്ത് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ഉണ്ട്, ഫീലിംഗ് ആൻഡ് ടുവേർഡ്സ് സംതിങ്, ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി ബിഹേവിയർ. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ തിങ്, ഒരു കാര്യത്തിനോട് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന തോന്നലാണ് ഏതെന്ന് പറയുന്നത് ഇത് പറയുന്നത്. ഇറ്റ്സ് എ പേഴ്സൺസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീലിംഗ് ടുവേർഡ്സ് സംതിങ്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ. കോഗ്നിറ്റീവ് ഉണ്ട്, എഫക്റ്റീവ് ഉണ്ട്, ബിഹേവിയറൽ കമ്പോണൻസ് അതിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് പഠിക്കാമല്ലോ അല്ലേ? ഈ 15 ക്വസ്റ്റ്യൻസ് പഠിക്കാമല്ലോ. അത് കഴിഞ്ഞാൽ ഞാൻ essay ക്വസ്റ്റ്യനും അതേപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻസും ചെയ്യാം. സോ താങ്ക് യു. OBയുടെ കുറച്ച് സീരീസ് ഇടാം, PYQs ഇടാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയൂ, അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള സബ്ജക്ട്സുകളും ചെയ്യാൻ നോക്കാം. സോ താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. അപ്പം നമുക്ക് കാണാം. ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. താങ്ക് യു, ബൈ.